അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമുക്കിനി മുരീദ്പൂർ കബീർ എന്ന പാഠം ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ അവസാനിക്കും. അതിൻ്റെ ശേഷം ഈ പാഠത്തിലുള്ള ചോദ്യോത്തരങ്ങളും അമലിക്കാമും നിങ്ങൾ ചെയ്തയക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. പാഠത്തിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് മുരീദ്പൂറിലെ എല്ലാവരുടെയും ആരാധ്യപുരുഷനായ, എല്ലാവരും ഒരു മഹാമനീഷിയായി കാണുന്ന നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു. നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വിളംബരം നടത്താൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഒരു സമ്മേളനത്തിലേക്ക്. അങ്ങനെ അദ്ദേഹം ആ കത്ത് വായിച്ച് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെയാണ് ഇതുവരെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ പാഠം കഴിഞ്ഞ് ഈ പാഠം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷത്തെ ഒരു പോർഷൻ ഉള്ളത് നിങ്ങൾ സ്വന്തം വായിച്ച് മുത്താലക്കുള്ളതാണ്. അത് വായിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നുണർത്താണ്. പാഠത്തിലേക്ക് പ്രവേശിക്കുക. ഖത്ത് പഠ്കർ മേരി ഹൈറത്ത് കി കോയി ഇന്തിഹാ നഹി രഹി. ഈ കത്ത് വായിച്ചിട്ട് എൻ്റെ അമ്പരപ്പ് അതിന് അറ്റമേ ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ജബ് ठंडे दिल से इस बात पर गौर किया तो. പക്ഷേ കുറച്ച് തണുത്ത മനസ്സോടുകൂടെ ഞാൻ ഈ കാര്യമൊന്ന് ചിന്തിച്ചപ്പോൾ, ഞാൻ ശ്രദ്ധയോടുകൂടെ ഓർത്തെടുത്തപ്പോൾ, റഫ്ത മന്ദം മന്ദം സാവകാശം ബാഷിന്ദഗാനെ മുരീദ്പൂർ കി മർദ്ദം ഷനാസി കാ കായൽ ഹോ ഗയാ. മർദ്ദം ഷനാസി എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജി എന്നാണ് അർത്ഥം, നരവംശാസ്ത്രം എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് ഇങ്ങനെ അർത്ഥം വെക്കാം. അങ്ങനെ തണുത്ത മനസ്സോടുകൂടെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സാവകാശം ബാഷിന്ദഗാനെ മുരീദ്പൂർ നിവാസികളുടെ, ബാഷിന്ദഗാൻ എന്ന് പറഞ്ഞാൽ നിവാസികൾ എന്നാണ് അർത്ഥം. ബാഷിന്ദഗാനെ മുരീദ്പൂർ നിവാസികളുടെ മർദ്ദം ഷനാസിക കായൽ ഹോഗയ. അവിടുത്തെ ജനങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവനായിട്ട്, ഏറ്റവും കൂടുതൽ പരിജ്ഞാനമുള്ളവനായിട്ട് ഞാൻ എന്നെ മനസ്സിലാക്കി. മുരീദ്പൂർ കി മർദ്ദം ഷനാസിക കായൽ ഹോഗയ. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവനായിട്ട് ഞാൻ അത്തരത്തിൽ മനസ്സിലാക്കി. മർദ്ദം ഷനാസി എന്ന് പറഞ്ഞാൽ ഒരുവട്ടം കൂടെ പറയാ ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്നാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ അർത്ഥം വെക്കാം. ബാഷിന്ദഗാനെ മുരീദ്പൂർ നിവാസികളുടെ മർദ്ദം ഷനാസിക കായൽ ഹോഗയ. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരിജ്ഞാനമുള്ളവനായി ഞാൻ എന്നെ മനസ്സിലാക്കി. മൈ ഏക് കംസോർ ഇൻസാൻ ഹും. ഞാൻ വളരെ ബലഹീനനായൊരു മനുഷ്യനാണല്ലോ. ഓർ ഫിർ ലീഡറി കാ നശ ഏക് ലംഹെ ഹി മേ ചढ़ जाता है. ഞാൻ ഒരു ബലഹീനനായ ഈ മനുഷ്യനിൽ പിന്നീട് ഒരു ലീഡർ എന്ന സ്വഭാവത്തിൻ്റെ ഒരു ലീഡറി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ലീഡർ, നേതൃത്വത്തിൻ്റെ ആ ഒരു ഉന്മാദം അല്ലെങ്കിൽ ആ ഒരു ഹരം ഒരു നിമിഷം കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ ചढ़ जाता है, കയറുന്നു. ഇസ് ലംഹെ കെ അന്തർ, ഈ ഒരു നിമിഷത്തിനുള്ളിൽ മുझे अपना वतन बहुत ही प्यारा मालूम होने लगा. എനിക്ക് എൻ്റെ നാട്, എൻ്റെ സ്വദേശത്തെ വളരെ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. അഹ്ലെ വതൻ കി ബേഹിസി പർ ബഡാ തറസ് ആയ. എൻ്റെ നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് ബോധമില്ലാത്തതിൻ്റെ പേരിൽ, ബേഹിസി പർ അവർക്ക്, ബേവക്കോഫി പർ അവർ അജ്ഞരായതിൻ്റെ പേരിൽ, എന്നെക്കുറിച്ച് അവർ അജ്ഞരായതിൻ്റെ പേരിൽ, ബഡാ തറസ് ആയ, ബഡാ റഹം ആയ, വളരെ ദയ തോന്നി. ഏക് ആവാസിനെ കഹ, എന്നോട് ഒരു വിളിയാളം എന്നോട് പറഞ്ഞു, कि इन बेचारों की बहबूद और रहनुमाई का जिम्मेदार तू है. ആ സാധുക്കളുടെ, ആ പാവം ജനങ്ങളുടെ ബഹ്ബൂദ്, അവരുടെ ക്ഷേമൈശ്വര്യവും അവരുടെ ആയുരാരോഗ്യവും അതുപോലെ രഹനുമായി അവരെ നേർമാർഗത്തിലേക്ക് നയിക്കലും, രഹനുമായി കാ ജിമ്മേദാർ അതിൻ്റെ ഉത്തരവാദി തൂ ഹി ഹേ, നീ തന്നെയാണ് എന്ന് എന്തോ ഒരു ശബ്ദം എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. തുജെ ഖുദാനെ തദബ്ബുർ കി ഖുവത്ത് ബഖ്ഷി ഹേ. ആ ശബ്ദം, ആ ഒരു വിളിയാളം എന്നോട് പറയുകയാണ്, ദൈവം നിനക്ക് ചിന്തിക്കുവാനുള്ള ശക്തി നൽകിയിട്ടുണ്ടല്ലോ. ബഖ്ഷി ഹേ, നൽകിയിട്ടുണ്ട്. ഹസാർ ഹ ഇൻസാൻ തേരെ മുന്തസിർ ഹേ, ആയിരക്കണക്കിന് ജനങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. ഉഡ്, നീ എഴുന്നേക്ക്. കെ സൈങ്കടവും ലോക്, നൂറുകണക്കിന് ജനങ്ങൾ തെരേ ലിയേ മാ ഹസർ ലിയേ ബേട്ടെ ഹോകെ.
നിനക്ക് വേണ്ടി അവിടെ ആസനസ്ഥരായിട്ട് ഇരിക്കുന്നുണ്ടാകും. ചുനാഞ്ചെ മാഹസർ മാ ഹലറ, അവിടെ ഹാജറായവരുണ്ടാകും. ചുനാഞ്ചെ മൈനെ മുരീദ്പൂർ കി ദാവത്ത് കബൂൽ കർലിം, ഇത് കാരണത്താൽ തന്നെ ഇക്കാരണത്താൽ തന്നെ ഞാൻ മുരീദ്പൂരിലെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഓർ ലീഡറാന അന്താസ് മേ, ഒരു ലീഡർ എന്ന രീതിയിൽ, ഒരു നേതാവ് എന്ന രീതിയിൽ, ബസരിയ താർ ഇത്തിലാദി, കമ്പി സന്ദേശത്തിലൂടെ, ബസരിയ താർ എന്ന് പറഞ്ഞാൽ കമ്പി എന്നാണ്, അഥവാ കമ്പി സന്ദേശത്തിലൂടെ, ബസരിയ താർ കമ്പി സന്ദേശത്തിലൂടെ, ഇത്തിലാദി ഞാൻ വിവരമറിയിച്ചു. എന്താണ് ഞാൻ വിവരമറിയിച്ചത്? 15 ദിൻ കെ ബാദ് ഫുലാൻ ട്രെയിൻ സെ, 15 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാലിന്ന ട്രെയിനിലൂടെ മുരീദ്പൂർ പहुंच जाऊंगा, മുരീദ്പൂറിലേക്ക് ഞാൻ എത്താമെന്ന് ഞാൻ വിവരം കൊടുക്കുകയും ചെയ്തു. സ്റ്റേഷൻ പർ കോയി ശഖ്സ് ന ആയെ, കൂടെ ഞാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തിയും വരണ്ട, കാരണം ഹർ ഷഖ്സ് കോ ചാഹിയെ, എല്ലാ ഓരോരുത്തർക്കും ആവശ്യമാണ്, അപ്നെ അപ്നെ കാം മേ മസ്റൂഫ് രഹെ, തൻ്റേതായ സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതരാവൽ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. ഹിന്ദുസ്ഥാൻ കോ ഇസ് വക്ത് അമൽ കി ജറൂരത്ത് ഹെ, ഇന്ത്യക്ക് ഈ സമയത്ത് കഠിനമായ പ്രയത്നം, ജോലി അത്യാവശ്യമാണ്, നല്ല വർക്ക് അത്യാവശ്യമാണ് എന്ന് ഞാൻ ആ കൂട്ടത്തിൽ അവരെ അറിയിക്കുകയും ചെയ്തു. ഉസ്കെ ബാദ് ജൽസെ ദിൻ തക്, അതിനുശേഷം യോഗത്തിൻ്റെ ദിവസം വരെ, മൈനെ അപ്നി ജിന്ദഗി കാ ഏക് ലംഹ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷം, അപ്നി ഹോനെ വാലി തഖരീർ കി തയ്യാരി മേ, നമ്മുടെ ഇനി അപ്നി ഹോനെ വാലി, തനിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന, താൻ നടത്താൻ പോകുന്ന, തഖരീർ കി തയ്യാറി മേ, താൻ നടത്താൻ പോകുന്ന പ്രഭാഷണത്തിൻ്റെ തയ്യാറെടുപ്പിൽ സർഫ് കർദിയ, ഞാൻ ചെലവഴിക്കുകയും ചെയ്തു. തറഹ് തറഹ്ക്കെ ഫിക്രെ, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അലഗ് അലഗ് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഫിക്രകൾ, കുറേ വാചകങ്ങൾ കുറേ ദിമാഗ് മേ സുബഹോ ഷാം ഫിർത്തെ രഹെ, വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള കുറേ ജുംലകൾ, കുറേ ഫിക്രകൾ, കുറേ ഇബാറത്തുകൾ, കുറേ പദങ്ങൾ എൻ്റെ മനസ്സിലൂടെ സുബഹോ ഷാം, പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെയും വൈകുന്നേരങ്ങളിലുമായിട്ട് ഫിർത്തെ രഹെ, എൻ്റെ മനസ്സിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അതിൽപ്പെട്ട ഓരോ വാക്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഓരോ വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഹിന്ദു ഓർ മുസ്ലിം ഭായി ഭായി ഹെ, ഹിന്ദുവും മുസൽമാനും പരസ്പര സഹോദരങ്ങളാണ്. ഹിന്ദു മുസ്ലിം ഷേറോ ഷക്കർ ഹെ, ഹിന്ദുവും മുസൽമാനും ഷേറോ ഷക്കർ ഹെ, ഷേർ എന്ന് പറഞ്ഞാൽ പാൽ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഷേറോ ഷക്കർ ഹെ, പാലും പഞ്ചസാരയും എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അഥവാ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്, അടുത്ത കൂട്ടുകാരാണ്. ഹിന്ദുവും മുസൽമാനും എന്നാൽ അടുത്ത കൂട്ടുകാരാണ്. ഹിന്ദുസ്ഥാൻ കി ഗാഡിക്ക് ദോ പഹിയെ ഹെ, ഞാനിങ്ങനെ പറയാൻ പോകുന്ന ഓരോ വാചകങ്ങളെ എൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിടുകയാണ്. ഹിന്ദുസ്ഥാൻ കി ഗാഡിക്ക് ദോ പഹിയെ ഹെ, ഇന്ത്യ എന്ന വാഹനത്തിന് ദോ പഹിയെ, ഇന്ത്യ എന്ന വാഹനത്തിൻ്റെ 2 വീലുകൾ, 2 ചക്രങ്ങൾ, ദോ പഹിയെ 2 ചക്രങ്ങൾ. മേരെ ദോസ്തോ, എൻ്റെ സഹോദരങ്ങളെ, ആ ചക്രങ്ങളേതാ? ഹിന്ദു ഓർ മുസൽമാൻ ഹി തോ ഹെ, ആ 2 ചക്രങ്ങൾ ഹിന്ദുവും മുസൽമാനും തന്നെയാണ്. ഇത്തരത്തിലുള്ള പല ഇബാറത്തുകൾ എൻ്റെ മനസ്സിൽ വരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്ന മറ്റൊന്നാണ് പറയുന്നത്, ഇൻവെർട്ടർ കോമയിലാണ്. ജിൻ കൗമോനെ ഇത്തിഫാഖ് കി റസി കോ മസ്ബൂത്ത് പക്കട, ഏത് സമുദായങ്ങളാണോ ഐക്യമെന്ന ആ ഒരു റസി, ആ ഒരു കയർ, ഐക്യത്തിൻ്റെ കയറ്, മസ്ബൂത്ത് പക്കട, ആ ഒരു കയറ് മുറുക്കി പിടിച്ചിരുന്നത്, വോ ഇസ് വക്ത്, അവർ ഈ സമയം, തെഹസീബിക്കെ നിസ്ഫു നഹാർ പർ ഹെ, ഐക്യമെന്ന ആ കയർ മുറുക്കി പിടിച്ചവർ ഈ സമയത്ത് സംസ്കാരത്തിൻ്റെ നട്ടുച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർ സംസ്കാരത്തിൻ്റെ അത്യുന്നതിയിലേക്ക്, അതിൻ്റെ പരിപൂർണതയിലേക്ക്, അവരിലേക്ക് പൂർണ്ണമായ വെളിച്ചം എത്തിപ്പെട്ടിരിക്കുന്നു, പരിപൂർണതയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. നിസ്ഫു നഹാർ പർ ഹെ, അതിൻ്റെ നട്ടുച്ചയിലാണ് അവർ ഉള്ളത്. ജിനൂനെ, ആരൊക്കെയാണോ നിഫാഖ് ഓർ ഫൂഡ് കി തറഫ് റുജു കിയ, ആരൊക്കെയാണോ കാപ്പട്യവും അതുപോലെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ പിളർപ്പും കാപ്പട്യത്തിൻ്റെയും
ഫൂട്ട് കി തറഫ് കാപ്പട്യത്തിലേക്കും അതുപോലെ പിളർപ്പിലേക്കും ആരാണോ റുജൂ കിയ മടങ്ങിയത്, താരീഖ് ഉൻകി തറഫ് ചരിത്രം അവർക്കു നേരെ, ഉൻകി തറഫ് സെ അവരിൽ നിന്ന് അപ്നി ആംഖേം ബന്ദ് കർ ലീ ഹേ ചരിത്രം അവരിൽ നിന്ന് കണ്ണടച്ചിരിക്കുന്നു, വഗേറ വഗേറ. ഇത്തരത്തിലുള്ള മറ്റു പല ഇബാറത്തുകളും ഫിക്റകളും എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ബച്പൻ കെ സമാനെ മേ കിസി ദർസി കിതാബ് മേ, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ദർസി കിതാബിൽ പഠന ടെക്സ്റ്റ് ബുക്കിൽ സുനാഹെ, അതിലുള്ള ഒരു ഇബാറത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. സുനാഹെ കേട്ടിട്ടുണ്ടല്ലോ, കെ ദോ ബേൽ രഹ്തേ ഥേ രണ്ടു കാളകൾ ജീവിച്ചിരുന്നു, ഏക് ജ ഒരു സ്ഥലത്ത് രണ്ട് കാളകൾ ജീവിച്ചിരുന്നു. എന്നിട്ട് അവർ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ അവരൊരുമിച്ച് നിന്നപ്പോൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു കഥ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. ഏക് ജ വാല വാക്കയ പഠ സുനാഹെ ദോ ബേൽ രഹ്തേ ഥേ ഏക് ജ വാല വാക്കയ പഠാ ഥ. ചെറുപ്പകാലത്ത് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് കാളകൾ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വായിച്ചിരുന്നല്ലോ. ഉസേ നിക്കാൽക്കർ അതിനെ പുറത്തെടുത്തിട്ട് നയേ സറേസെ പറഞ്ഞാൽ രണ്ടാമതും ഒന്നുകൂടെ തല മുതൽക്ക്, നയേ സറേസെ ഒന്നുകൂടെ തല മുതൽക്ക് പഠ അത് വായിക്കുകയും ചെയ്തു. ഓർ ഉസ്കി തമാം തഫ്സീലാത്ത് കോ നോട്ട് കർ ലിയ അതിലെ എല്ലാ വിശദീകരണങ്ങളെയും ഞാൻ നോട്ട് ചെയ്യുകയും ചെയ്തു. ഫിർ യാദ് ആയ പിന്നീട് എനിക്ക് ഓർമ്മ വന്നു, കെ ഏക് ഓർ കഹാനി ഭി പഠത്തി ഥി ഒരു പഠിത്തി മറ്റൊരു കഥ കൂടെ ഞാൻ വായിച്ചിരുന്നല്ലോ. ജിസ്മെ ഏക് ഷഖ്സ് ആ കഥയിൽ എന്താ പറയുന്നത്, ഏക് ഷഖ്സ് മർത്തെ വക്ത് ഒരാൾ മരിക്കുന്ന സമയത്ത് അപ്നെ തമാം ലഡ്ക്കോങ്കോ ബുലാക്കർ തൻ്റെ എല്ലാ മക്കളെയും ലഡ്ക്കിയോങ്ക ബുലാക്കർ ലഡ്ക്കിയോं का एक घट्टा लकड़ियों का एक घट्टा उनके सामने रख देता है. എല്ലാ ആൺമക്കളെയും വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വറകുകളുടെ एक घट्टा ഒരു കൂട്ടം एक घट्टा ഒരു കെട്ട് വറകുകളുടെ ഒരു കെട്ട് ഉൻകെ സാമനെ രഖ് ദേത്താ ഹെ ആ മക്കളുടെ മുന്നിൽ വെച്ചു കൊടുക്കുകയും ഓർ ഉൻസെ കെഹ്താ ഹെ എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ് ഘട്ടേക്കോ തോടോ എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വറകുകെട്ടിനെ നിങ്ങളൊന്ന് മുറിക്കൂ, നിങ്ങൾക്ക് കഴിയുമെങ്കിലൊന്ന് മുറിക്കൂ. വോ തോട് നെഹി സക്കെ അവർക്ക് പക്ഷേ അത് മുറിക്കാൻ സാധിച്ചില്ല. ഫിർ ഉസ് ഘട്ടേക്കോ ഖോൽക്കർ പിന്നീട് ആ വറകുകെട്ട് തുറന്നിട്ട് ഏക് ലക്കടി ഓരോ മരക്കൊള്ളി ഉൻസബ് കെ ഹാത്ത് മേ ദേ ദേത്താ ഹെ അവരുടെ ഓരോരുത്തരുടെയും കൈകളിൽ കൊടുക്കുന്നു. ജിസേ വോ ആസാനി സെ തോട് ലേത്തെ ഹെ അത് ഓരോന്നോരോന്നായി അവരുടെ കൈകളിൽ കിട്ടിയപ്പോൾ അതിനെ വളരെ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാനും മുറിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു. ഇസ് തറ ഇപ്രകാരം വോ ഇത്തിഫാക്ക സബക് ആ ഒരു ഐക്യത്തിൻ്റെ പാഠം, യൂണിറ്റിയുടെ ആ പാഠം അധ്യാപനങ്ങൾ അപ്നി ഔലാദ് കെ സിഹിൻ നഷീൻ കർത്താ ഹെ ഇപ്രകാരമാണ് ഈ യൂണിറ്റിയുടെ ഐക്യത്തിൻ്റെ പാഠം തൻ്റെ മക്കളിൽ സിഹിൻ നഷീൻ കർത്താ ഹെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കുന്നത് മനസ്സിൽ ഇരുത്തുന്നത്. ഇസ് കഹാനി കോ ഭി ലിഖ് ലിയ ഈ കഥയെ കൂടെ ഞാൻ അവിടെ എഴുതി വെച്ചു. തഖരീർ കാ ആഗാസ് സോച്ച ഇനി പ്രഭാഷണത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം, പ്രഭാഷണത്തിൻ്റെ ആഗാസ് തുടക്കം സോച്ച ഞാൻ പ്രഭാഷണത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ ചിന്തിച്ചു. സോ കുച്ച് ഇസ്തറാക്കി തംഹീദ് അതുകൊണ്ട് തന്നെ സോ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ കുച്ച് ഇസ്തറാക്കി തംഹീദ് മുനാസിബ് മാലും ഹുയി ഇത്തരത്തിലുള്ള ഒരു ആമുഖമായിരിക്കും യോജിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. എത്തരത്തിലെന്ന് വെച്ചാൽ പ്യാരെ ഹംവതനോ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഘട്ട സർപ്പെ അദ്ബാർ കി ഛാ രഹി ഹെ ഘട്ട കാർമേഘങ്ങൾ സർപ്പെ അദ്ബാർ കി അദ്ബാർ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യത്തിൻ്റെ അദ്ബാർ ബദ്ബഖ്തി ബദ്നസീബി എന്നൊക്കെയാണ് അർത്ഥം. ദൗർഭാഗ്യത്തിൻ്റെ കാർമേഘങ്ങൾ ഇരുണ്ട മേഘങ്ങൾ ഛാ രഹി ഹെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഫലാക്കത്ത് സമ അപ്ന ദുഖ്ലാ രഹി ഹെ ഫലാക്കത്ത് സമ ഫലാക്കത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, ഫലാക്കത്ത് ഇഫ്ലാസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, പാപ്പരത്വം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ അന്തരീക്ഷം തന്നെ ദുഃഖ്ലാരഹിഹെ തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പാട് തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നുഹൂസത്ത് പസോ പേഷ് മണ്ഡലാരഹിഹെ
അയിത്തം അല്ലെങ്കിൽ ദുശകുനം, അയിത്തം ദുശകുനം എന്നൊക്കെ പറയാം. ദുശകുനം മുന്നിലും പിന്നിലും എവിടെയും എല്ലായിടത്തും പസോപേഷ് മുന്നിലും പിന്നിലും മണ്ടിലാ രഹി ഹേ, ഇവിടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ചാറോം തറഫ് സെ നിദ ആ രഹി ഹേ, ഇവിടെ 4 ഭാഗത്തു നിന്നും വിളിയാളം വരുന്നുണ്ട്. എന്താ വിളിയാളം വരുന്നത്? കൽ കോൻ ഥേ, ഇന്നലകളിൽ എത്തരത്തിലുള്ളവനായിരുന്നു. ആജ് ക്യാ ഹോഗയേത്തും, ഇന്ന് എന്തു പറ്റി നിങ്ങൾക്ക്? അഭി ജാഗത്തേ ഥേ അഭി സോഗയേത്തും, ഇപ്പോൾ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അഭി ജാഗത്തേ ഥേ, ഇപ്പോൾ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അഭി സോഗയേത്തും, അപ്പോഴേക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ എന്ന് എവിടുന്നോ ഒരു വിളിയാളം വരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ കെ ജിസ് മായാനാസ് ഷായർ, ഇന്ത്യയിലെ ഏതൊരു വളരെ മായാനാസ് എന്ന് പറഞ്ഞാൽ അഭിമാനത്തിന് ഹേതുവായ കാരണക്കാരനായ ഷായർ, കവി, യാനി അൽതാഫ് ഹുസൈൻ ഹാലി പാനിപ്പത്തി. അൽതാഫ് ഹുസൈൻ ഹാലി പാനിപ്പത്തിനെ ആജ് സെ കൈ ബറസ് പേഷ്തർ, ഇന്നത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പേഷ്തർ എന്ന് പറഞ്ഞാൽ പെഹലെ, മുമ്പ് പറഞ്ഞതാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ അഷ്ആർ കലംബന്ദ് കിയേ ഥേ. ഇന്ത്യയുടെ അഭിമാനഹേതുവായ കവിയായ അൽതാഫ് ഹുസൈൻ ഹാലി പാനിപ്പത്തി ഇന്നത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കവിതകൾ അദ്ദേഹം കുറിച്ചു വച്ചിരുന്നു. കലംബന്ദ് കിയേ ഥേ, എഴുതി വച്ചിരുന്നു. ഇതിനെക്കുറിച്ച് എഴുതി വച്ചിരുന്നു. ഉസ്കോ ക്യാ മാലൂം ഥാ, അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു? കെ ജൂൺ സമാന, ഇത്തരത്തിലുള്ള കാലം, ജൂൺ ഐസ ഇത്തരത്തിലുള്ള കാലം, ഗുസർത്താ ജായക, കഴിഞ്ഞു പോകും, കടന്നു പോകുമെന്ന് അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു? ഉസ്കെ അലംനാക്ക് അൽഫാസ്, അദ്ദേഹത്തിൻ്റെ വേദന ഉളവാക്കുന്ന വാക്കുകൾ, റോസ് ബറോസ്, ദിനേന സ്വഹീഹ്തർ ഹോത്തെ ജായെങ്കെ, അദ്ദേഹത്തിൻ്റെ ആ വേദനയുണ്ടാക്കുന്ന ഓരോ വാക്കുകൾ ഓരോ ദിവസവും അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ആജ് ഹിന്ദുസ്ഥാൻ കി യേ ഹാലത്ത് ഹേ, ഇന്ന് ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥയാണ് എന്ന് ഇങ്ങനെ കുറേ വിശദീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പരിതാപകരമായ അവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. വഗേറ ഇത്തരത്തിലുള്ള പലതും അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഉസ്കെ ബാദ്, അതിനുശേഷം അദ്ദേഹം ചിന്തിച്ചു, കെ ഹിന്ദുസ്ഥാൻ കി ഹാലത്ത് കാ ഏക് ദർദ്നാക് നക്ഷ ഖീഞ്ചൂങ്ക, ഞാൻ അവർക്ക് മുന്നിൽ ഇന്ത്യയുടെ അവസ്ഥയുടെ ഒരു ദർദ്നാക് നക്ഷ, വളരെ പരിതാപകരമായ, വളരെ ദുഃഖകരമായ ഒരു ചിത്രം അവരുടെ മുന്നിൽ, നക്ഷ ഖീഞ്ചുങ്ക, അവരുടെ മുന്നിൽ ഒരു ഇന്ത്യയുടെ പരിതാപകരമായ ദുഃഖകരമായ ഒരു ചിത്രം ഞാൻ അവർക്ക് മുന്നിൽ വരച്ചു കാണിക്കാം. ഇഫ്ലാസ്, പാപ്പരത്തം, ഗുർബത്ത്, ദാരിദ്ര്യം, ബോസ്, പരസ്പര വിദ്വേഷം, വഗേറാക്കി തറഫ്, അതിനു നേരെ ഇഷാര കരുങ്ക, ഞാൻ അവർക്ക് സൂചിപ്പിക്കുകയും ചെയ്യും. അതിനൊക്കെ നേരെ ഞാൻ ഇഷാറത്ത് ചെയ്യുകയും ചെയ്യും. ഓർ ഫിർ പൂച്ചുങ്ക, അതിലേക്കെല്ലാം സൂചിപ്പിച്ച ശേഷം ഞാൻ അവരോടായി ചോദിക്കും, കെ ഇസ്കി വജ ആഖർ ക്യാ ഹെ, ഇതിനെല്ലാം അവസാനം എന്താണ് ഇതിനൊക്കെ കാരണമായി തീരുന്നത്? ഇൻ തമാം വുജൂഹ് കോ ദുഹ്റാവുങ്ക, ഞാൻ അവരുടെ മുന്നിൽ ഈ കാരണങ്ങളെല്ലാം ഞാൻ ആവർത്തിച്ച് പറയും. ദുഹ്റാൻ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. ഞാൻ ഈ കാരണങ്ങളെല്ലാം അവർക്ക് മുന്നിൽ നിരത്തും. ജോ ലോഗ് അക്സർ ബയാൻ കർത്തേ ഹെ, അധികവും ജനങ്ങൾ കാരണങ്ങളായി നിരത്തുന്ന ആ കാരണങ്ങളെല്ലാം ഞാൻ അവരുടെ മുന്നിൽ ആവർത്തിച്ച് പറയും. അവരുടെ മുന്നിൽ കാരണങ്ങൾ നിരത്തും. എത്തരത്തിലുള്ള കാരണങ്ങൾ? മസ്ലൻ, ഉദാഹരണത്തിന്, ഗൈർ മുൽക്കി ഹുക്കൂമത്ത്, ഇന്ത്യയുടെ ഗൈർ മുൽക്കി ഹുക്കൂമത്ത്, വൈദേശിക ഭരണം, ആബോഹവ, ഇവിടുത്തെ അന്തരീക്ഷം, ആബോഹവ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ അന്തരീക്ഷം, മഗ്രിബി തെഹ്സീബ് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം, ലേക്കിൻ ഇൻ സബ്കോ ബാരി ഗലത് ഖറാർ ദൂങ്ക, പക്ഷേ ഇവകളെയെല്ലാം ഓരോ അവസരത്തിൽ ബാരി വക്ത് പർ, ഇതിൻ്റെ ഓരോ അവസരത്തിൽ ഓരോ സമയാസമയം ഞാൻ അതിനെയെല്ലാം, ഈ കാരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഞാൻ അവരുടെ മുന്നിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കും. ഗലത് ഖറാർ ദൂങ്ക,
और फिर असल वजह बताऊँगा, പിന്നീട് ഞാൻ യഥാർത്ഥ കാരണം അവരുടെ മുന്നിൽ പറയും. കെ അസൽ വജ ഹിന്ദുവോ ഓർ മുസൽമാനോ കാ നിഫാഖ് ഹെ. ഇതിൻ്റെ യഥാർത്ഥ കാരണം, ഈ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള യഥാർത്ഥ കാരണം അത് ഹിന്ദുവും മുസൽമാൻ്റെയും ഹിന്ദുവിൻ്റെയും കാപ്പട്യമാകുന്നു. ആഖിർ മേ ഇത്തിഹാദ് കി നസീഹത്ത് കരുങ്ക. അവസാനം ഞാൻ ഐക്യത്തിന് വേണ്ടി അവരോട് ഗുണോപദേശിക്കുകയും ചെയ്യും. ഓർ തക്രീർ കോ ഇസ് ഷേർ പർ ഖത്ം കരുങ്ക. എൻ്റെ പ്രഭാഷണത്തെ ഈ കവിതയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. ആ അന്തലി മിൽക്ക് കരേ ആഹ് വിസാരിയാ, ആ അന്തലി മിൽക്ക് കരേ ആഹ് വിസാരിയാ, तू हाय गुल पुकार में, तू हाय गुल पुकार मैं चिल्लाऊँ हाय दिल. आ अंदली मिल्क करें ആഹ്വിസാരിയാ. ഓ കുയിലെ, നമുക്ക് ഒരുമിച്ച് ആഹ്വിസാരിയാ കരേം, നമുക്ക് ഒരുമിച്ച് അട്ടഹസിച്ച് കരയാം, നമുക്ക് ഒന്നിച്ച് വിലപിക്കാം, ഒന്നിച്ച് കരയാം. തൂ ഹായ ഗുൽ പുക്കാർ, നീ ഓ പൂന്തോപ്പെ, പൂന്തോപ്പിനെ വിളിച്ച് നീ കരഞ്ഞോ. ഓർ മേ ചില്ലാവും ഹായ ദിൽ, ഞാൻ ഓ മനസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഉച്ചത്തിൽ വിളിച്ചു കരയാം എന്ന ഈ കവിത പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആ അന്തലി മിൽക്ക് കരേ ആഹ് വിസാരിയാ, തു ഹായ ഗുൽ പുക്കാർ മേ ചില്ലാവും ഹായ ദിൽ. ഓ കുയിലേ, നമുക്ക് ഒരുമിച്ച് കൊണ്ട് അട്ടഹസിച്ച് കരയാം, വിലപിക്കാം. തു ഹായ ഗുൽ പുക്കാർ, നീ ഓ പൂന്തോപ്പേ എന്ന് വിളിച്ചുകൊണ്ട് നീ കരഞ്ഞോ. മേ ചില്ലാവും ഹായദിൽ, ഞാൻ ഹായദിൽ ഓ മനസ്സേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനും കരയാം എന്ന ഈയൊരു ഐക്യത്തിൻ്റെ സന്ദേശം കൊടുക്കുന്ന ഈ കവിത പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നും അദ്ദേഹം വിചാരിച്ചു. ഇനി പ്രധാനപ്പെട്ട വാക്കിൻ്റെ അർത്ഥങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ചോദ്യോത്തരങ്ങൾ എഴുതാണ്ട്. അമലി കാമ്. उस्ताद के हिदायत के मुताबिक एक कॉन्फ्रेंस दरउनवान केरला में उर्दू अदब तैयार करें, जिसमें उर्दू अदब और केरला से मुतालिक हर पहलू पर मकाला जात तैयार करके पेश करें. അഥവാ കേരളത്തിലെ ഉറുദു സാഹിത്യം എന്ന വിഷയത്തിലൊരു മക്കാല, ഒരു എസ്സെ തയ്യാറാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റു കോൺഫറൻസുകളൊക്കെ നടത്താൻ നമുക്കിപ്പോൾ സാഹചര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു എസ്സെ എഴുതാണ് വേണ്ടത്. ഒരു പേജിൽ കുറയാൻ പറ്റില്ല, നിങ്ങൾ എഴുതുക. ഇൻഷാ അല്ലാഹ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അയക്കുകയും ചെയ്യുക. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.